ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക് എഡ്ജിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റിയൽമിയുടെ ഒരു ലോഞ്ച് കാണുന്നതാണ്. GT60 എന്ന് പറഞ്ഞൊരു ഫോൺ. കാരണം ടി സീരീസ് ആണ്, എന്നുവെച്ചാൽ വില കുറഞ്ഞൊരു സീരീസ് ആണ് വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പെക്സ് ആണ്. നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. ഒരു 6.67 ഇഞ്ചിന്റെ ഒരു കെർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. കാരണം 6000 നിക്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന ഒരു അടിപൊളി ഒരു 120 ഹെർട്സിന്റെ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം ഐ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം TUFന്റെ റെയിലാൻഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കെർവ്ഡ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ മോട്ടോയ്ക്കെതിരെ എതിരാളി തന്നെയാണ് മോട്ടോ എഡ്ജ് 50 പ്രോയുടെ ഒരു എതിരാളി തന്നെ. അതിനും കെർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം ഇവിടെയും നല്ലൊരു ബ്രൈറ്റ്നസ് കൊടുക്കാൻ സാധിച്ചു ഇവിടെ. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റാം LPDDR5X റാം ആണ് വരുന്നത്. UFS 4.0 ആണ്. അത് അത്യാവശ്യം നല്ലതാണ്. എക്സലന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും ഒരു റാം മാനേജ്മെന്റ് നമുക്ക് കൊടുത്തു. UFS സ്റ്റോറേജ് സ്പീഡും നല്ല രീതിയിൽ കൊടുത്തു. നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ സ്പെക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ, അതിൽ 4K നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. 60 FPS നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ ആണ്. അവിടെയും 4K ഉണ്ട്, പക്ഷെ 30 FPS പറ്റത്തുള്ളൂ, 60 ഇല്ല. 30 FPS ഒരു ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ടിലെങ്കിലും 4K കൊടുത്തല്ലോ, അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫ്രണ്ടിൽ 4K കൊടുത്തല്ലോ, അത് വലിയൊരു കാര്യം. പിന്നെ നമ്മൾ നോക്കും ബാറ്ററി എന്ന് പറഞ്ഞാൽ 5500 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി. കാരണം ഒരു 7 hours അത്യാവശ്യം നല്ലൊരു ബാറ്ററിയാണ്. കാരണം 5500 mAh എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി. അതിന് ഒരു 100 വാട്ടിന്റെ ഒരു ചാർജറും കൊടുത്തിട്ടുണ്ട്, ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ചാർജറും കൂടെ ആയത് കാരണം അത്രയും നല്ല പെട്ടെന്ന് തന്നെ കയറുകയും ചെയ്യും. 5500 ബാറ്ററി ലൈഫ് ഈസ് പ്രെറ്റി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നി. ബാറ്ററി കൊണ്ട് പ്രെറ്റി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വയർലെസ് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ പ്രോസസർ എന്ന് പറഞ്ഞാൽ 7 Gen 3 തന്നെയാണ് മോട്ടോ എഡ്ജ് 50 പ്രോയിൽ വെച്ചേക്കുന്നത്. അതേ 7 Gen Plus 3 ആണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്, ഒരു മീഡിയം പ്രോസസ്സർ. പക്ഷെ ഇത്രയും നല്ല റാം മാനേജ്മെന്റ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. ഒരു ഗെയിമിംഗ് പ്രോസസ്സർ അല്ല, ഒരു മീഡിയം പ്രോസസ്സർ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് നമുക്ക് പിന്നെ പറയാനായിട്ട് സാധിക്കുന്ന ഒരു റിയൽമിയുടെ UI ആണ് വന്നത്. റിയൽമി UI 5 ആണ് വരുന്നത്. ലേറ്റസ്റ്റ് തന്നെ ആൻഡ്രോയിഡ് 14 വരുന്നത് ബോക്സിൽ തന്നെ. പിന്നെ ഒരു 3 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്യാമറ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തേക്കുന്നത്. അതാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇച്ചിരി പോരായ്മയാണ്. ആകെ 2 ക്യാമറ അതിൽ വെച്ചിട്ടുള്ളൂ, 50 മെഗാ പിക്സലും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ഇച്ചിരി പോരാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡീറ്റെയിൽസ് ഒക്കെ വളരെ കുറവായിരിക്കും. കാരണം ഇത് പണ്ട് വെച്ചുകൊണ്ടിരുന്ന ക്യാമറയാണ് 8 മെഗാ പിക്സൽ. ഇപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് 12 എങ്കിലും വെക്കാൻ. മോട്ടോ ഇതിനേക്കാളും ബെറ്റർ ക്യാമറ തരുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്യാമറ തരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുവാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് പ്രൊട്ടക്ഷൻ വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. എല്ലാ ഫോണും അത്യാവശ്യം നല്ലൊരു ഫോൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ 6000 നിക്സിന്റെ ഒരു ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് ആണ് അവിടെ. കാരണം 6000 നിക്സ് ഒക്കെ നമുക്ക് കിട്ടത്തില്ല, കണ്ണടിച്ചു പോകുന്ന രീതിയിലുള്ള ബ്രൈറ്റ്നസ്. അത് പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയും. നമ്മൾ വെയിലത്തോ HDR കണ്ടന്റ് കാണുന്ന സമയത്തോ മാത്രം ആക്ടിവേറ്റ് ആവുന്ന ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് 6000 നിക്സ്. നമുക്ക് 2000 നിക്സ് 2000-നകത്ത് എന്തായാലും കിട്ടും പീക്ക് ബ്രൈറ്റ്നസ്. അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് വന്നുകൊണ്ട് ആഡ്സ് കാണാൻ സാധ്യത റിയൽമി OS ആഡ്സ് കാണാൻ സാധ്യത. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു ഓവറോൾ നോക്കുവാണെങ്കിൽ സ്പ്രെഡി ഗുഡ് ആയിട്ട് തോന്നി. പിന്നെ ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 8 128 GB 33,999 രൂപയാണ് പ്രൈസ്. പിന്നെ ലോഞ്ച് എക്സ്ക്ലൂസീവ് പ്രൈസ് ആയിട്ട് 30,999 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ 8 GB 250 എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എക്സ്ചേഞ്ച് ഓഫർ, ഇൻസ്റ്റന്റ് ബാങ്ക് ഓട്ടോ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് 26,999 രൂപയ്ക്ക് കിട്ടും. 8+250 നമുക്കൊരു 35,999 രൂപയാണ് അവർ ഒറിജിനൽ പ്രൈസ് ഇട്ടേക്കുന്നത്. പക്ഷെ നമുക്കൊരു ലോഞ്ചിങ് എക്സ്ക്ലൂസീവ് പ്രൈസ് ആയിട്ട് 32,999 രൂപയ്ക്ക് കിട്ടും. അവിടെ നമുക്ക് ബാങ്ക് ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാം കൂടെ കഴിഞ്ഞ് നമുക്ക് വരുമ്പോൾ 31,999 വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രൈസിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആണ് വരുന്നത്. പിന്നെ 512 GB വരുന്നത് നമുക്ക് എല്ലാ ഓഫറോടെ കഴിഞ്ഞ് 35,999 രൂപയ്ക്ക്. അത്യാവശ്യം പ്രൈസിംഗ് ഓക്കെ ആണ്. പക്ഷെ ക്യാമറ ബേസ് ചെയ്ത് എനിക്ക് നോക്കുന്നില്ല. പെർഫോമൻസ് ഒരു ഓൾറൗണ്ടർ റിയൽമിയുടെ ഒരു ഫോൺ വേണ്ടവർക്ക് എടുക്കാം എന്ന് എനിക്ക് പറയുന്നുള്ളൂ. കാരണം അത്യാവശ്യം നല്ലൊരു ഫോൺ, റിയൽമി ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫോൺ. ക്യാമറ അത്ര നല്ല, മെയിൻ സെൻസർ അത്യാവശ്യം നല്ലൊരു സെൻസറാണ് വെച്ചേക്കുന്നത്. എനിക്ക് വൈഡ് ആംഗിൾ സെൻസറിനോട് കാര്യമില്ല. ഡിസ്പ്ലേ ആവട്ടെ നല്ലത്, ബാറ്ററി ലൈഫ് എക്സലന്റ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു 5500 ഒരു 100 വാട്ടിന്റെ വാട്ടർ ചാർജ് അത്യാവശ്യം ഒരു 7-8 മണിക്കൂർ എങ്ങനെ പോയാലും നിൽക്കും. ഒരു ഡേ ഒക്കെ ഉള്ളൂ. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.